ജനസേവനത്തിന്റെ 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പി.എൻ. മോഹനൻ ജില്ലാ പഞ്ചായത്ത് കപ്പൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടാനിറങ്ങി. ജനസേവനത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച 40 വർഷത്തെ നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനത്തിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ തോളോട് തോൾ ചേർന്ന് നിന്ന് പൊരുതുന്ന തൊഴിലാളി നേതാവ്. ഇതാണ് ജില്ലാ പഞ്ചായത്ത് കപ്പൂർ ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി പി.എൻ. മോഹനൻ. DYFI ബ്ലോക്ക് പ്രസിഡന്റ്, CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി, ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, CPIM ഏരിയ സെക്രട്ടറി, നിലവിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം. അങ്ങനെ നീളുന്നു ഈ ജനകീയ നേതാവിന്റെ പ്രവർത്തന ചരിത്രം. കപ്പൂർ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന LDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തങ്ങളുടെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയാമോ? പ്രോസസ്സിംഗ് ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സെൻറ്ററുകളിലും അതുപോലെ തന്നെ പരമാവധി ആളുകളെയും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്നുള്ള നിലയിൽ ഏതാണ്ട് 90,000-ഓളം വോട്ടർമാരുണ്ട്. ഈ വോട്ടർമാരെ നേരിൽ കാണുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. കാണാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്, എത്തിച്ചേരാൻ കഴിയില്ല എന്നത് അറിയാമല്ലോ. 57 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് കപ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. അതിൽ ആനക്കരയുടെ പകുതിയോളം ഭാഗങ്ങളും, കപ്പൂർ പഞ്ചായത്ത് മുഴുവനായും, പട്ടിത്തറ പഞ്ചായത്തിലെ 20 വാർഡുകളും, നാഗലശ്ശേരി പഞ്ചായത്തിലെ 4 വാർഡുകളും, തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 1 വാർഡും, തൃത്താലയിലെ 2 വാർഡും, ചാലിശ്ശേരി 1 വാർഡും ഉൾപ്പെടുന്ന വിശാലമായിട്ടുള്ള ഒരു ഏരിയ എന്നുള്ള നിലയിൽ കപ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ എല്ലാ വോട്ടർമാരെയും കാണണം, നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പർക്ക പരിപാടിയിലൂടെയും മറ്റും പ്രചരണ രംഗത്ത് പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുകയും വോട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാനാവശ്യമായിട്ടുള്ള ഇടപെടൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിനൊപ്പം സഹകരണ മേഖലയിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ദീർഘകാലം ആനക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും ജില്ലാ സഹകരണ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ച് സാധാരണക്കാരുടെ ഉന്നമനത്തിനായി നിലകൊണ്ടു. അതോടൊപ്പം കർഷകരുടെ ഓരോ സ്പന്ദനവും തിരിച്ചറിയുന്ന മികച്ച ഒരു നാളികേര കർഷകൻ കൂടിയാണ് അദ്ദേഹം. 1948 ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ ലഭിച്ചുവെങ്കിലും ജനസേവനം ലക്ഷ്യമിട്ട് പൊതുപ്രവർത്തന മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാരൻ. ജാതിമത കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും ഓടിയെത്തുന്ന ഈ ഊർജ്ജസ്വലതയാണ് അദ്ദേഹത്തെ നാട്ടിലുടനീളം ജനപ്രിയനാക്കുന്നത്. കൊറോണ കാലത്ത് നാട്ടുകാർക്കായി സജീവ സേവന രംഗത്തുണ്ടായിരുന്ന അദ്ദേഹം തന്റെ 3.5 പതിറ്റാണ്ട് കാലത്തെ സാമൂഹ്യ പ്രവർത്തന പരിചയവുമായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആളുകൾക്കിടയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. ദീർഘകാലമായി ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ് എന്നതുകൊണ്ട് തന്നെ വോട്ടർമാർ ഭൂരിഭാഗവും എന്നെ അറിയുന്ന ആളുകളാണ്. അവരുടെ നല്ല അഭിപ്രായങ്ങളാണ്. മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ സമൂഹത്തെ എങ്ങനെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരു നല്ല രീതിയിലുള്ള അഭിപ്രായം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഗുണകരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ജനങ്ങളെല്ലാം തന്നെ പൊതു സ്വീകാര്യതയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം തന്നെ വീക്ഷിക്കുകയും അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും എന്നതാണ് വിശ്വാസം. അധ്യാപികയായ ഭാര്യ സിന്ധുവിന്റെയും വിദ്യാർത്ഥികളായ മക്കൾ അനില, ആദിത്യൻ എന്നിവരുടെയും സജീവ പിന്തുണ പ്രചാരണ രംഗത്ത് അദ്ദേഹത്തിന് കരുത്തേകുന്നു. പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് പി.എൻ. മോഹനൻ. ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന നിറഞ്ഞ സ്നേഹവും മികച്ച പ്രതികരണവും നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് LDF പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കപ്പൂർ ഡിവിഷന്റെ സമഗ്ര വികസനത്തിനായി നാടിന്റെ ജനകീയ മുഖമായ പി.എൻ. മോഹനൻ തിരഞ്ഞെടുപ്പ് മത്സര രംഗത്തിറങ്ങിയതിന്റെ ആവേശത്തിലാണ് നാട്ടുകാർ. ജനപ്രതിനിധിയായ ശേഷം സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും പദ്ധതികൾ ഉപയോഗിച്ച് മുൻപെങ്ങും കാണാത്ത വിധത്തിലുള്ള നാടിന്റെ സമഗ്ര വികസനമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്തും വഹിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ കപ്പൂർ ഡിവിഷനിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത്. കപ്പൂർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് വരുന്ന പക്ഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾ, ജില്ലയിൽ വരുന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിലേക്കും എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും സജീവമായിട്ടുള്ള ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സജീവമായ സാന്നിധ്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാൻ കഴിയാവുന്ന കാര്യങ്ങൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റെടുക്കും.